വചനം പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ സകലതും സാധ്യമാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കണം. അല്ലാതെ ഇതെന്തുവാടെ നടക്കുന്നതെന്ന് അന്തിച്ചിരുന്ന ഒരു കുന്തം നടക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വി ഹാവ് ടു റിസീവ് ബൈ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പറയാൻ കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. വിശ്വാസത്താൽ ചെയ്ത 3 കാര്യം: രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു. നിനക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുള്ള ദൈവവചനത്തിലെ ഫോർമുല ബൈ ഫെയ്ത്ത്. They received their promises. ഇന്ന് രാത്രി by faith I am going to receive my promises. വിശ്വാസത്താൽ ഞാൻ എനിക്കുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കാൻ പോകുകയാണെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് ദൈവമാകട്ടോ. ഇതിന്റെ കെമിസ്ട്രിയും ഫിസിക്സും എഞ്ചിനീയറിംഗും ടെക്നോളജിയും അന്വേഷിക്കേണ്ട. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ചത്തിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് ശരീരത്തിലെ സകല പേശികളും പഴുത്ത് പുഴുവരിച്ച് വ്രണം വെച്ച് നാറ്റം വെച്ച് കിടക്കുന്ന ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത ചില സെക്കൻഡുകൾക്കകം ജീവനോടെ വെളിയിൽ വരുമെന്ന് യേശു പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം യേശു പറഞ്ഞു: വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ നടക്കത്തില്ലെന്ന് നീ വിചാരിക്കുന്ന കാര്യം നിന്റെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. അടുത്ത മിനിറ്റുകൾക്കകം, അടുത്ത നിമിഷങ്ങൾക്കകം ലാസറേ പുറത്തു വരിക എന്ന് അരുളി ചെയ്യുവാൻ കഴിവുള്ളവൻ, ജീവന്റെ ഉടമയായവൻ, സകല ജീവജാലങ്ങൾക്ക് ജീവൻ പകരുവാൻ കഴിവുള്ളവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു എന്ന് പറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മാർത്തയെ, മറിയയെ, നിന്റെ കല്ലറയുടെ, നിന്റെ പ്രിയപ്പെട്ടവന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, വിളിക്കുമ്പോൾ പുറത്തു വരാൻ യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് അവനൊരു സ്തോത്രം പറയാമോ? പ്രാർത്ഥന കൊണ്ട് വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തിയറി ഇതാണ്. ദിസ് ഈസ് ദ തിയറി. രാത്രി ദൈവമക്കളെ, വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അവനെ വിശ്വസിക്കാൻ, അവന്റെ വചനത്തെ വിശ്വസിക്കുവാൻ. ഹല്ലേലൂയ. കഴിഞ്ഞാൽ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 430 വർഷമായിട്ട് ദൈവത്തിന് സ്തോത്രം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, സന്താന സമ്പന്നരായി, പെരുകി, വർദ്ധിച്ച്, നിറഞ്ഞ്, പക്ഷേ വാഴാൻ സാധിക്കുന്നില്ല. ഫറവോൻ അവരെ വാഴുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ വാഴ്ചയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നറിയാമോ? 1-ാം അധ്യായം 13-ാം വാക്യം. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഏദൻ തോട്ടത്തിൽ പെരുകി വർദ്ധിച്ച് നിറഞ്ഞ് വാഴാനാക്കിയവർക്ക് വേലയുണ്ടായിരുന്നു. പക്ഷെ കഠിന വേലയല്ല, ദൈവം കൊടുത്ത വേലയാണ്. ശത്രു നിന്നെ കൊണ്ട് വേലയെടുപ്പിക്കുമ്പോൾ കഠിന വേലയാണ്. കഠിന വേല ചെയ്യിച്ചു. തീർന്നില്ല. 14-ാം വാക്യം കൂടെ വായിച്ചേ. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും, സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും, അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും, അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. ശത്രു നിന്നെ അങ്ങോട്ട് പെരുമാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ജീവിക്കുന്ന എന്തിനാന്ന് തോന്നുന്നതിന്റെ കാരണം എന്നറിയാമോ? കൈപ്പായതാ. മനസ്സിലായോ? ശത്രു നിന്നെ ഇടത്തും വലത്തും വിട്ട് അങ്ങോട്ട് പെരുമാറി കഴിയുമ്പോഴാണ് തോന്നുന്നത് ഇനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതാണെന്ന്. കൈപ്പാക്കും. എന്നാൽ ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? ഇവന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഇവനേക്കാൾ ബലവാനായ ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്ന് കളയുവാൻ സാധ്യമല്ലെന്ന് യേശു പറഞ്ഞു. അതിന് താഴെ ഒരു കാര്യം കൂടെ പറഞ്ഞു: എന്നാൽ ബലവാനെ പിടിച്ചു കെട്ടിയാൽ യു ക്യാൻ ലൂട്ട് ഹിം എന്ന് പറഞ്ഞാൽ, ബലവാനെ പിടിച്ചു കെട്ടിയാൽ നിനക്ക് അവനെ കൊള്ള ചെയ്യാം. ഇസ്രായേലെ കഴിഞ്ഞ 430
40 വർഷമായി നിന്റെ അധ്വാന ബലം കൊണ്ട് അവൻ ശേഖരിച്ചു വെച്ച എല്ലാം കൊള്ള ചെയ്തെടുപ്പാൽ നിന്നെ അധികാരപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നഷ്ടമായതൊക്കെ അതിന്റെ ബോണസോടെ തിരിച്ചു തന്ന് നിന്നെ ക്ഷേമത്തോടെ വെളിയിലിറന്നു കൊണ്ടുവന്ന് നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടി നിന്റെ നന്മ നിന്റെ ജീവിതത്തിലേക്ക് പൊഴിച്ചു തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ സ്തോത്രം, ഈ വലിയ തടസ്സമുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നതിന്റെ രഹസ്യം എന്നറിയാമോ? നിന്റെ നന്മ അവനങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. വിടറ എന്ന് കൽപ്പിക്കേണ്ടവൻ അവനോട് കൽപ്പിച്ചു കഴിയുമ്പോൾ വിട്ടിരിക്കും. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രയത്നഫലങ്ങൾ, നിന്റെ നന്മകൾ, നിന്റെ ഐശ്വര്യങ്ങൾ, നിന്റെ അനുഗ്രഹങ്ങൾ ഒരുത്തൻ പിടിച്ചു വെച്ച് നിന്നെ നശിപ്പിക്കാനായിട്ട്, നിന്റെ ജീവൻ എടുക്കാനായിട്ട് നമ്മൻ കാത്തിരിക്കുന്നെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി ജീവന്റെ ഉറവയായവനെ തേടിക്കൊണ്ട് ഇതിന്മേൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഈ ബലവാനെ പിടിച്ചു കെട്ടി എന്നെ വിടുവിക്കാൻ കഴിയാൻ ഇവനേക്കാൾ ബലവാനായ ഒരുവനെ ഞാൻ കണ്ടെത്തി എന്ന് അതിനെ വിശ്വസിക്കുന്നവരെ ദൈവത്തിന് സ്തുതിച്ചാരാധിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇവനേക്കാൾ ബലവാൻ ഇല്ല. നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തെക്കാൾ ബലവാൻ ഇല്ല, ഇല്ല, ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് വരണം. ദൈവവചനം കേൾക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് വരണം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 20-ാം വാക്യവും 21-ാം വാക്യവും. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ശ്രദ്ധിക്കണമേ, ദാനിയേലിനോട് രാജാവ് സംസാരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം